നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റെസിപ്പികൾ. അപ്പോൾ ക്രിസ്മസിന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കും, എന്ത് സ്പെഷ്യലുണ്ട് എന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ പാലപ്പത്തിനുള്ള മാവ് നമ്മൾ തലേദിവസം അരച്ച് വയ്ക്കുമല്ലോ, അതുപോലെ തേങ്ങ ചേർക്കാതെ അരിയും ചോറും പഞ്ചസാരയും ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതായിട്ട് അരച്ച് തലേദിവസം അരച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. തേങ്ങ മാത്രം ചേർക്കണ്ട, അത് നമുക്ക് രാവിലെ അരച്ച് ചേർക്കാം. അതുകൊണ്ടാണ് കേട്ടോ. അത് ബാക്കിയെല്ലാം സെയിമാണ്. അതുപോലെ ഞാൻ തലേദിവസം മാവ് അരച്ച് വച്ചിട്ടുണ്ട്, നല്ലതായിട്ട് പൊങ്ങി കെട്ടിയിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ എത്രത്തോളം ചേർക്കുമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു ചെറിയ സ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഒത്തിരി പേസ്റ്റായിട്ട് അരയ്ക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുമെന്ന് പറയില്ലേ, ആ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണ്ട. ഇതുപോലെ അരച്ച് നമ്മുടെ മാവിലേക്കൊന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ സാധാ എന്നും ഒരേ രീതിയിലുള്ള അപ്പമല്ലേ ഉണ്ടാക്കണം. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒന്ന് ഇപ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു അടിപൊളി ചിക്കൻ കറിയും കൂടെ ഇതിൻ്റെ കൂട്ടത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടെല്ലാം കൂടെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഓൾറെഡി ഉപ്പെല്ലാം തലേദിവസം ചേർത്തല്ലോ, അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചുട്ടെടുക്കണം. പാലപ്പം ഉണ്ടാക്കുന്ന രീതിയല്ല. ദോശക്കല്ലിൽ 1 സ്പൂൺ മാവ് ഒഴിക്കുക, അല്പം ഒന്ന് പരത്തുക, ഒത്തിരി പരത്തണ്ട, അല്പം ഒന്ന് പരത്തി ഒരു മൂടി കൊണ്ട് മൂടി വയ്ക്കുക. ജസ്റ്റ് ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പം അത് റെഡിയായി. അങ്ങനെ ഞാൻ വീണ്ടും ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻ്റായിട്ട് ഇടേണ്ട. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം അപ്പോൾ ഞാൻ ഇതുപോലെ ചുട്ടെടുക്കണം കേട്ടോ. നല്ല സ്പോഞ്ചായിട്ടിരിക്കണം, നല്ല ടേസ്റ്റി പാലപ്പം. ഇനി നമുക്കിതിന് പറ്റിയ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ 2 വലിയ സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടാനാണ് കേട്ടോ. ഗ്രേവി നല്ല തിക്കായിട്ട് നല്ല ഗ്രേവിയും കിട്ടും. നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കുക. അതായത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പം നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. നമുക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഓയിലിൽ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എത്രത്തോളം ഫ്രൈ ആവുമോ അത്രയും നല്ലതാണ്. അത്രയ്ക്ക് നമ്മൾ ചിക്കൻ കറിക്ക് കളർ കിട്ടും. അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി. ചിക്കൻ കഴുകി വെച്ചത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സവാള ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ചതച്ചെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിന് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അത് നല്ല എല്ലായിടത്തും ചിക്കൻ്റെ നല്ലതായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ അടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചിക്കനൊക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് മസാലയെല്ലാം ചേർത്ത്, ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, അതിന് പകരമാണ് ഓയിൽ ഒഴിച്ചാണ് മിക്സ് ചെയ്യണത്. അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ തിരുമ്മി ഒരു അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു അലുമിനിയം പാത്രമാണ് അടുപ്പി വെച്ചിട്ടുള്ളത്. നമ്മളെ കയ്യിലുള്ള ഏതായാലും കുഴപ്പമില്ലാതെ ഒഴിച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് അതൊന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ആ കളറൊന്ന് മാറണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് ചിക്കൻ കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ സവാളയിലും ചിക്കനിലും ഒക്കെ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം
ഇത് ചിക്കൻ വേവ് ഒരു 20 മിനിറ്റ് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ ചിക്കനിലെ വെള്ളവും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ വെന്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇടേണ്ടി വന്ന്. കറി മസാല, വെളിച്ചെണ്ണ. ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം അല്പം ഒഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറിയും അപ്പോൾ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ ഇനി ഒരു വൈൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് അധികം ചിലവൊന്നും ഇല്ലാത്തൊരു വൈനാണ്. ഞാൻ 1/2 കിലോ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കുക്കറിലിട്ട് കൊടുക്കുക. ഈ കുക്കറെന്ന് വെച്ചാൽ നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്ത കുക്കറായിരിക്കണം. വേറെ കറി അങ്ങനെയൊക്കെ വെച്ചാൽ കുക്കർ ആയാൽ നമുക്ക് വൈന് ചീത്തയായിപ്പോൾ. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് ഉണക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ 1/2 കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഗ്രാമ്പു, ഒരു 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതെടുക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഈ വൈനെന്ന് വെച്ചാൽ നമുക്ക് 3 ദിവസം മതി, അപ്പോഴേന് റെഡിയായി കിട്ടും. ഇത് 1 സ്പൂൺ പട്ട. അപ്പോൾ പട്ടയും ഗ്രാമ്പുവും ഇഞ്ചിയും ബീട്രൂട്ടും ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഗോതമ്പ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ നുറുക്ക് ഗോതമ്പാണുള്ളത്. അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് നുറുക്ക് ഗോതമ്പും കൂടെ ഇട്ടേണ്. സാധാ ഗോതമ്പുണ്ടെങ്കിൽ അതായാലും മതി. അങ്ങനെ 1 സ്പൂൺ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് 2 വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ 2 വിസിലാകുമ്പോൾ ഇതെല്ലാം റെഡിയായി വരും. അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഇനി 2 വിസിലിട്ട് ഇത് നല്ലതായിട്ട് തണുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിൽ നിന്ന് അരിച്ച് ഏതിലാണ് നമ്മൾ വീഞ്ഞ് തയ്യാറാക്കാൻ വെച്ചിട്ടുള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഭരണിയിലേക്ക് കുഴപ്പമില്ല, നമ്മൾ ഗ്ലാസിൻ്റെ ജാർ ആയാലും മതി. അപ്പോൾ അടിപൊളി വൈനാണ്. 3 ദിവസം കൊണ്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ചിലവൊന്നും ഇല്ലാത്ത ഒരു വൈനാണ് ഇത്. ഞാൻ 1/2 കിലോ പഞ്ചസാര പ്രത്യേകം തൂക്കി വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ചാണ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ നേരിട്ട് അങ്ങിട്ട്. ഇനി നമ്മളിപ്പോൾ കലക്കി കെട്ടി വെക്കുമല്ലോ, ആ സമയത്ത് പിറ്റേന്ന് വീണ്ടും 2 ദിവസം കലക്കി റെഡിയാക്കുക. ഇത് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇനി ഈസ്റ്റും കൂടെ ഇട്ട് നല്ലതായിട്ട് കലക്കി ഒരു വെള്ള തുണി കൊണ്ട് മൂടി നല്ല കാറ്റും വെള്ളിച്ചൊന്നും ഇല്ലാത്ത കബോർഡിനടിയിൽ വയ്ക്കുക. 3 ദിവസം ആകുമ്പോൾ നമ്മൾ അടിപൊളി വൈൻ റെഡിയായി കിട്ടും. നല്ല ആരോഗ്യത്തിനും സൗന്ദര്യത്തിനൊക്കെ നല്ലൊരു വൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്ന് നമ്മൾ എപ്പോഴാണോ കലക്കി വയ്ക്കുന്നത് അതുപോലെ പിറ്റേ ദിവസം ആ സമയം 2 ദിവസം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ 3ൻ്റെ അന്ന് നമുക്ക് വൈന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കാണാം. ഞാനിത് വട്ടയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ അരച്ചതാണ് കേട്ടോ. നമ്മൾ അപ്പത്തിനുള്ള മാവില്ലേ, അതുപോലെ ചോറും തേങ്ങയും പച്ചരിയും കൂടെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് പഞ്ചസാരയും ഏലക്കയും ഒരു നുള്ളു ഉപ്പും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. പഞ്ചസാര ഒത്തിരി ഇടണ്ട, നമുക്ക് വീണ്ടും പഞ്ചസാര ചേർക്കണം. അതുകൊണ്ട് മാവിൽ കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റീലിലോ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ നെയ്യോ ഓയിലോ ഒക്കെ തടവിയിട്ട് നമുക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി കട്ടിയായിട്ടല്ല മാവ് ഒഴിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മീതെ ഇനി ഒരു ഫില്ലിങ് ചേർക്കണം. അതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രം എടുത്തത്. അപ്പോൾ നമുക്ക് നല്ല മാവ് പകുതിയിൽ നിൽക്കും, ബാക്കി ഫില്ലിങ് കൂടെ ചേർക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ആവിയേറ്റുക. ജസ്റ്റ് ഒന്ന് ആവിയേറി മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് വേറൊരു കൂട്ടും കൂടെ അതിന് വേണ്ടി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പലതരം വട്ടയപ്പം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊരു വട്ടയപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ശർക്കര വട്ടയപ്പം, പ്ലെയിൻ വട്ടയപ്പം, പിന്നെ ബനാന കൊണ്ടുള്ള. പക്ഷേ ഇത് ആരും കഴിച്ചിട്ടില്ലായിരിക്കും. അപ്പം ഞാൻ ഒരു
ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത്, തേങ്ങ, നട്ട്സ്, കപ്പലണ്ടി, അത് ഏതാണോ ചേർക്കുക അത്. ഇപ്പോൾ ഇതാ കുറച്ച് പഞ്ചസാര, അതുകൊണ്ടാണ് അപ്പോഴും നമ്മൾ ഒത്തിരി പഞ്ചസാര ചേർക്കാത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ്, പഞ്ചസാര, തേങ്ങ, നട്ട്സ്. അപ്പോൾ ഏലക്ക നമ്മൾ അതിൽ മാവിൽ ചേർത്തുകൊണ്ട് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ വട്ടയപ്പം കഴിക്കാൻ. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് മാവുണ്ട് ജസ്റ്റ് ഒന്നായി വന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഈ മാവ് ഒന്ന് ആവി കയറാതെ ഇത് ഇടുമ്പോൾ നമുക്കിത് അടിയിലായിപ്പോവും, മാവിന് അടിയിലായിപ്പോവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഒന്ന് ആവി കയറിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പം മാവിൽ നല്ലതായിട്ട് ചേർന്ന് പിടിച്ചിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാൻ സമയത്ത് അത് ചിലപ്പം വെളിയിലായിരിക്കും. അപ്പോൾ ഒന്ന് ഇതുപോലെ ഇട്ടിട്ട് നിരത്തി കൊടുത്ത് നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഇനി ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോൾ നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവർക്കും സ്പെഷ്യൽ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ്, ഞാനെങ്കിലും 20 മിനിറ്റ് വെച്ചിരുന്നു കേട്ടോ. അതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അടിപൊളി വട്ടയപ്പം റെഡിയായി. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല കളർഫുള്ളാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ആവിയിൽ വേവിച്ചതും ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.